Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ഈ മാസം 25-ാം തീയതി വരെയാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQസിൽ കമ്പനിയിലോ ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 അഡീഷണൽ MCQ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ക്രാഷ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് MCQസിൻ്റെ PDFും MCQസിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സും മാത്രമായിട്ട് ഇൻക്ലൂഡിങ് മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ്. ക്രാഷ് ബാച്ച് വേണമെങ്കിൽ അതും, അതുപോലെ തന്നെ MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസും PDF ഒക്കെ ആക്സസ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ നെക്സ്റ്റ് കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന അടുത്ത പോസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കമ്പനിയിലോട്ട് നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യനിലോട്ടാണ് ഇന്ന് കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റിഗാർഡിങ് ഫ്രീക്വൻസി ഓഫ് മീറ്റിംഗ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കമ്പനിയിലെ മീറ്റിംഗ്സിനെ റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി. സോ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്: ദ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ. എന്താണ് പറയുന്നത്? ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 30 days. ഇൻകോർപ്പറേഷന് അല്ലേ, 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്, ദർ മസ്റ്റ് ബി എ മിനിമം ഓഫ് 4 ബോർഡ് മീറ്റിംഗ്സ് എവ്രി ഇയർ. ഒരു വർഷം 4 ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 consecutive ബോർഡ് മീറ്റിംഗ്സ് കനോട്ട് എക്സീഡ് 100 days. 100 ദിവസത്തിനായിട്ടും കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് പിന്നെ 100 ദിവസത്തിനായിട്ടും കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്: ഓൺലി 1 and 2 ആർ കറക്റ്റ്, ഓൺലി 1 and 3 ആർ കറക്റ്റ്, ഓൺലി 2 and 3 ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. നമുക്ക് നോക്കാം. സോ ആദ്യത്തെ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്, ദർ മസ്റ്റ് ബി എ മിനിമം ഓഫ് 4 ബോർഡ് മീറ്റിംഗ്സ് എവ്രി ഇയർ. 4 ബോർഡ് മീറ്റിംഗ് മിനിമം വേണം എന്നുള്ള ഇപ്പോഴത്തെ നിയമം, അതും കറക്റ്റാണ്. 4 ബോർഡ് മീറ്റിംഗ് ഒരു വർഷം വെക്കണം, കറക്റ്റ്. ഇനി, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 consecutive ബോർഡ് മീറ്റിംഗ്സ് കനോട്ട് എക്സീഡ് 100 days. 100 ദിവസത്തിനായിട്ടും കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല ആ ഗ്യാപ്പ്. അത് തെറ്റാണ്. 120 ദിവസമാണ് ഇപ്പോഴത്തെ 120 ദിവസമാണ്, അതിനായിട്ടും കൂടുതൽ പാടില്ല എന്നാണ്. 100 എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. 120 days ആണ് ആക്ച്വൽ ഡേയ്സ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1 ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിങ് നോട്ടീസ് ആൻഡ് ക്വാറം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. Number 1, a notice of at least 7 days is required to call a board meeting. Number 2, the quorum for a meeting is 1/3 of the total strength or 2 directors, whichever is higher. Number 3, participation through video conferencing does not count towards the quorum. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. 1 and 2 are correct, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, എ നോട്ടീസ് ഓഫ് അറ്റ്ലീസ്റ്റ് 7 days ഈസ് റിക്വയർഡ് ടു കോൾ എ ബോർഡ് മീറ്റിംഗ്. വളരെ കറക്റ്റാണ്. നമ്മളൊരു ബോർഡ് മീറ്റിങ്ങിനെ വിളിക്കണ സമയത്ത് 7 ദിവസത്തെങ്കിലും അല്ലേ മുൻകൂട്ടി നമ്മൾ വിളിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 7 days ഈസ് റിക്വയർഡ് ടു കോൾ എ ബോർഡ് മീറ്റിംഗ്. ഇനി അതല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള അർജൻറ്റ് നോട്ടീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാലും യൂഷ്വലി അവിടെ വരുന്നത് 7 days ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്, ക്വാറം. ക്വാറം മീൻസ് വാട്ട്?
ടോട്ടൽ നമ്പേഴ്സിൽ ഇത്ര ആൾക്കാർ മിനിമം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആ മീറ്റിങ്ങിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. സോ ദ ക്വാറം ഫോർ എ മീറ്റിംഗ് ഈസ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത്. ടോട്ടൽ സ്ട്രെങ്ത്തിൽ 1/3 വേണം, അല്ലെങ്കിൽ 2 directors വിച്ച് എവർ ഈസ് ഹയർ എന്നാണ് നിയമം. കറക്റ്റാണ്. 1/3 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഡസ് നോട്ട് കൗണ്ട് ടുവേർഡ്സ് ക്വാറം. ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിലും അതിന് സാധ്യതയുണ്ട്, അതിനെ കൗണ്ട് ചെയ്യും. ക്വാറം തികയ്ക്കാൻ നമുക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയും അറ്റൻഡ് ചെയ്താൽ മതി, കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിങ് ഓൾട്ടർനേറ്റ് ഡിറക്ടേഴ്സ്. നമ്മൾ ഓൾട്ടർനേറ്റ് ഡിറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. Number 1, an alternate director is appointed if a director is absent from India for at least 3 months. Number 2, the board of directors, not shareholders, appoints alternate director. A person can be an alternate director for more than one director in the same company. There are 3 statements. 1 and 2, 1 and 3, 2 and 3 all are correct. നമുക്ക് നോക്കാം. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡിറക്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഒരു ഡിറക്ടർ ഇല്ലെങ്കിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം ഓൾട്ടർനേറ്റ് ഡിറക്ടർ. അപ്പോൾ ആൻ ഓൾട്ടർനേറ്റ് ഡിറക്ടർ ഈസ് അപ്പോയിന്റഡ് ഇഫ് എ ഡിറക്ടർ ഈസ് ആബ്സെന്റ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിലില്ല ഫോർ അറ്റ്ലീസ്റ്റ് 3 months എങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡിറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് കറക്റ്റാണ്. 3 മാസമെങ്കിലും നമുക്ക് നമ്മുടെ ഡിറക്ടർ ഇല്ലാത്ത പക്ഷം നമുക്കൊരു ഓൾട്ടർനേറ്റ് ഡിറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഡിറക്ടർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഓൾട്ടർനേറ്റ് ഡിറക്ടറെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ 3 മാസം വരെ ഇങ്ങനെ മാറി നിൽക്കാനുള്ള സാഹചര്യം ഡിറക്ടർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഇവരെ മാറ്റം വേണം. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡിറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും ഡിറക്ടർ ആബ്സെൻ്റ് ആണ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി രണ്ടാമത്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോട്ട് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ്സ് ദ ഓൾട്ടർനേറ്റ് ഡയറക്ടർ. അതും ശരിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്, എ പേഴ്സൺ ക്യാൻ ബി ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഫോർ മോർ ദാൻ വൺ ഡയറക്ടർ ഇൻ ദ സെയിം കമ്പനി. എന്താ? ഒരു പേഴ്സണ് ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റും ഫോർ മോർ ദാൻ വൺ ഡയറക്ടർ, ഒന്നിലധികം ഡയറക്ടർ ഇൻ ദ സെയിം കമ്പനി. അത് തെറ്റല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വ്യക്തി, ഒരു പേഴ്സൺ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ വീണ്ടും ആ സെയിം കമ്പനിയിൽ ഓൾട്ടർനേറ്റ് ഡയറക്ടർ കൂടിയായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ഇവിടെ സാധിക്കുമെന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. ഐ റിപ്പീറ്റ്, എന്താണ് കൺസെപ്റ്റ് ഇവിടെ പറയുന്നത്? എ പേഴ്സൺ ക്യാൻ ബി ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ. ഒരു പേഴ്സൺ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആവാം ഫോർ മോർ ദാൻ വൺ ഡയറക്ടർ ഇൻ ദ സെയിം കമ്പനി. ഒന്നിലധികം ഡയറക്ടറായിട്ട് ഒരു കമ്പനിയിൽ നിൽക്കാൻ പറ്റുന്നത് മീനിങ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, നടക്കില്ല. ഒരു കമ്പനിയിൽ ഒരു വ്യക്തി ഒരു ഡയറക്ടർ ആണെങ്കിൽ പിന്നെ വീണ്ടും ആ വ്യക്തിക്ക് അവിടെ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആവാൻ സാധിക്കുകയില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, മീനിങ് ഇല്ല. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് അഡീഷണൽ ഡയറക്ടേഴ്സ്. അഡീഷണൽ ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യും സ്ഥാപനം. So number 1, they are appointed by the board between 2 annual general meeting. Number 2, they hold office only up to the date of the next annual general meeting. Number 3, the total number of directors including additional directors cannot exceed the maximum strength fixed by articles. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. അപ്പോൾ അഡീഷണൽ ഡയറക്ടേഴ്സിനെ പറ്റിയുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. കറക്റ്റാണ്, ബോർഡാണ് അപ്പോയിൻറ്റ് ചെയ്യുക. ബിറ്റ്വീൻ 2 എന്താണ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിലാണ് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ബോർഡാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്പർ 2, ദ ഹോൾഡ് ഓഫീസ് ഓൺലി അപ് ടു ദ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതും കറക്റ്റാണ്. അടുത്തൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയാണ് അവർ ഹോൾഡ് ചെയ്യുക ഓഫീസ്. അത് കഴിഞ്ഞാൽ അടുത്തതായി ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിയണവരെയാണ് അവർ ഓഫീസ് ഹോൾഡ് ചെയ്യുക. ആര്? അഡീഷണൽ ഡയറക്ടേഴ്സ്. ഇനി
Number 3, the total number of directors including additional directors cannot exceed the maximum strength fixed by articles. അതും കറക്റ്റാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസിൽ നിർബന്ധമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര നമ്പറിനേക്കാൾ കൂടാൻ പാടില്ല, 12 അങ്ങടെ വരുന്നത്, ഇത്ര നമ്പറിനായിട്ടും കൂടുതൽ വരാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കൂടാൻ പാടുള്ളതല്ല. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദ നമ്പർ ഓഫ് ടോട്ടൽ ഡിറക്ടേഴ്സ് ഇൻക്ലൂഡിങ് അഡീഷണൽ കനോട്ട് എക്സീഡ് മാക്സിമം സ്ട്രെങ്ത് ഫിക്സ്ഡ് ബൈ ആർട്ടിക്കിൾസ്. അപ്പോൾ മൂന്നും കറക്റ്റാണ്. ഓൾ ആർ കറക്റ്റ്. 4-മത്തെയാണ് ആൻസർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. റിഗാർഡിങ് കാഷ്വൽ വാക്കൻസീസ് വരും ഡിറക്ടേഴ്സിൻ്റെ കേസിൽ. അതിനെ റിലേറ്റ് ചെയ്തുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്. നമ്പർ 1, എ കാഷ്വൽ വാക്കൻസി അറൈസസ് ഡ്യൂ ടു ഡെത്ത് ഓർ റെസിഗ്നേഷൻ before the term expires. Number 2, such vacancies are filled by the board at a meeting. Number 3, the person appointed holds office for a full 5-year term. 1 and 2 are correct. 1 and 3 are correct. Then 2 and 3 all are correct. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞത് എന്താ? എ കാഷ്വൽ വാക്കൻസി അറൈസസ് ഡ്യൂ ടു ഡെത്ത് ഓർ റെസിഗ്നേഷൻ. കറക്റ്റാണ്. ഒരു കാഷ്വൽ വാക്കൻസീസ് ഡിറക്ടേഴ്സിൻ്റെ കേസിലൊക്കെ വരുന്നത് എപ്പോഴാണ്? മരണ സാഹചര്യം അതല്ലെങ്കിൽ റിസൈൻ ചെയ്യുമ്പോഴാണ്. എന്തിന്? ടൈമിന് മുമ്പ്. ഫിക്സഡ് ടൈം ഉണ്ടല്ലോ, അതിന് മുമ്പ് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ കാഷ്വൽ വേക്കൻസി വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്, സച്ച് വാക്കൻസീസ് ആർ ഫിൽഡ് ബൈ ബോർഡ് അറ്റ് മീറ്റിംഗ്. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ് ബോർഡ് ആ വേക്കൻസി ഫില്ല് ചെയ്യുക, വേറൊരാളെ അപ്പോയിന്റ് ചെയ്യുക. കറക്റ്റാണ്. Then the person appointed hold office for a full 5-year term. അത് തെറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ സമയത്താണ് ഇങ്ങനൊരു റെസിഗ്നേഷൻ സംഭവിച്ചത്. ഇനിയിപ്പോൾ 2 വർഷം കൂടിയാണുള്ളത്. അപ്പോൾ നമ്മൾ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യണു. ആ പുതിയൊരാൾക്ക് വീണ്ടും 5 വർഷത്തെ ഫുൾ ടൈം കിട്ടില്ല. ബാലൻസ് ഉള്ള 2 വർഷമേ അയാൾക്ക് ഇനി കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരാളെ വെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ദ പേഴ്സൺ അപ്പോയിന്റഡ് ഹോൾഡ് ഓഫീസ് ഫോർ എ ഫുൾ 5-year ടൈം എന്ന് പറയുന്നത് തെറ്റാണ്. ബാലൻസ് ഉള്ള ടൈമേ ആ വ്യക്തിക്ക് ലഭിക്കുള്ളൂ. ഫുൾ ഫ്രഷ് ടൈം പിന്നെ കിട്ടില്ല. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ കമ്പനി ലോയിലത്തെ ഒരു നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എത്രത്തോളം MCQs പ്രാക്ടീസ് ചെയ്യണോ, മോക്ക് ടെസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മുടെ ചാനലിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെജോറിറ്റി പേപ്പേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോവുക, ഇതൊക്കെ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ചും ഉണ്ട്, MCQ ആൻഡ് മോക്ക് ടെസ്റ്റിൻ്റെ സെപ്പറേറ്റും ഉണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതൊക്കെ ആക്സസ് ചെയ്യുക. 25-ാം തീയതിക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.